നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഓരോ കരിയർ പാത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കരിയർ പാത്ത് ഏതാണെന്ന് സെലക്ട് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഇക്കിഗൈ അതിനൊരു എക്സാമ്പിളാണ്. അതായത് നിങ്ങളുടെ ഹോബീസ് എന്താണ്, അതേപോലെ ആളുകൾക്ക് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്, മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എവിടെയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ മാപ്പ് ചെയ്ത് അവസാനം കോമൺ ആയിട്ട് വരുന്ന ഒരു ഏരിയാസ് ആയിരിക്കും നമ്മൾ നമ്മുടെ കരിയറായിട്ട് എടുക്കുക. പക്ഷേ നമ്മൾ റിയൽ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്ത് കരിയർ സെലക്ട് ചെയ്യുന്നുണ്ട്? മോസ്റ്റ്ലി നമ്മൾ കാണുന്ന പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 കഴിഞ്ഞു, അതേപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡിൽ നിങ്ങൾ ബീറ്റ് എഞ്ചിനീയറിംഗ് ഓർ മെഡിസിൻ ഓർ ബീറ്റ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്തെങ്കിലും ഒരു ഫീൽഡിൽ നിങ്ങൾ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞ് PGക്ക് പോകുന്നു, ഒരു കമ്പനിയിൽ ജോലിക്ക് കയറുന്നു. അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ജനറലി കണ്ടിരിക്കുന്നത്. എല്ലായ്പ്പോഴും ഇഷ്ടപ്പെട്ട മേഖലയിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ജനറൽ ആയിട്ടുള്ളൊരു കരിയർ റോഡ് മാപ്പിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു ഓൺ ആൻ ആവറേജ് ഒരാൾ ഒരു 25+ ഇയേഴ്സ് ജോലി ചെയ്യും എന്നുള്ളൊരു അസംപ്ഷൻ്റെ പുറത്താണ് ഈ ഒരു ഫ്രെയിം വർക്ക് വന്നിട്ടുള്ളത്. അപ്പം അത് നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കരിയർ റോഡ് മാപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ ഇതൊരു സ്പെസിഫിക് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇതൊരു ജനറൽ ആയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ലെവലിൽ എത്തുമ്പോഴും എങ്ങനെയാണ് നിങ്ങളുടെ കരിയർ ട്രാൻസ്ഫോം ആവുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് ഒരു സിവിൽ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക്കിന് ജോയിൻ ചെയ്ത ഒരാൾ ഒരു പക്ഷെങ്കിൽ എൻഡപ്പ് ചെയ്യുന്നത് ഒരു IT ഇൻഡസ്ട്രിയിലായിരിക്കാം. അപ്പം നമ്മൾ പഠിച്ചതും അതേപോലെ ജോലി ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി ചെയ്യണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എവിടെയാണെന്ന് തോന്നുന്നുണ്ടോ, അതേപോലെ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലി ഏതാണ്, നിങ്ങൾക്കൊരു മോണിറ്ററി ബെനിഫിറ്റ് ഉള്ള ഏരിയ എവിടെയാണെന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങളതിന് ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ജോലി ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കരിയറിൽ എങ്ങനെ ആയിരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ വരിക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതിൽ ആദ്യത്തെ ഒരു 3 വർഷം, നമ്മളൊരു 25+ ഇയേഴ്സ് ആണ് ടൈം ഫ്രെയിം ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 3 വർഷം എന്ന് പറയുന്നത് ഒരു ബിഗിനർ ലെവലാണ്. അതായത് നിങ്ങളിപ്പോൾ ഏത് ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, ഏത് ജോലിയിലായിക്കോട്ടെ, നിങ്ങൾ കയറുമ്പോൾ അവിടെ നിങ്ങൾ ഇൻഡസ്ട്രിയെ പറ്റിയിട്ടുള്ള നോളജ് അക്വയർ ചെയ്യുക, നിങ്ങളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക, അതേപോലെ നെറ്റ്വർക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലാണെങ്കിൽ, IT ഇൻഡസ്ട്രിയിലാണെങ്കിൽ ആ ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ ഇൻഡസ്ട്രിയിലുള്ള സ്പെസിഫിക് ഫങ്ഷണൽ ഏരിയാസ് എന്തൊക്കെയാണ്, അതേപോലെ അവിടെയാണെങ്കിൽ ഉള്ള ആളുകളുമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആദ്യത്തെ 3 വർഷത്തിൽ വരിക. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഒരു 4 to 6 ഇയേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു 3 വർഷം എന്ന് പറയുന്നത് നിങ്ങളെ ഒരു സ്പെഷ്യലിസ്റ്റ് ആക്കുന്ന, അല്ലെങ്കിൽ ഒരു സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ആക്കുന്ന ഒരു ഫേസ് ആണ്. ഇവിടെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും. അവിടെ നിങ്ങൾ ഡീപ്പ് ഡൗൺ പോയി നല്ല രീതിയിൽ നോളജ് അക്വയർ ചെയ്യുക. അവിടെയാണ് കുറച്ചുകൂടെ ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ നിങ്ങൾക്ക് വാല്യൂ ആഡ് ചെയ്യുക എന്നുള്ളൊരു ലെവലിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു ലെവലിൽ, അതായത് ആദ്യത്തെ ഒരു 3 വർഷത്തിന് ശേഷമാണ് കമ്പനികൾ സ്വിച്ച് ചെയ്യുന്നത്. എസ്പെഷ്യലി നിങ്ങൾ പ്രൈവറ്റ് കമ്പനീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരേ കമ്പനിയിൽ സ്ഥിരമായിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ വിരളമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കാലത്ത്. അപ്പോൾ കമ്പനി സ്വിച്ച് ചെയ്യുന്നത് എപ്പോഴും ആദ്യത്തെ ഒരു ബിഗിനർ ലെവൽ കഴിഞ്ഞ് നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ ഒരു SME ആവുന്നു, അതേപോലെ ആ ഒരു ഫീൽഡിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നൊക്കെ ഉള്ളൊരു ലെവലിലോട്ട് വരുമ്പോഴാണ് ഈ ഒരു സ്വിച്ചിങ് നമ്മൾ കൂടുതലായിട്ടും കാണുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, അതേപോലെ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അടുത്തൊരു ഫേസ്, അതായത് ഇപ്പോൾ നമ്മൾ 3 വർഷം വരെ ഉള്ളത്, അത് കഴിഞ്ഞ് 4 തൊട്ട് 6 വർഷം വരെ ഉള്ളത്. അടുത്തൊരു 7 to 10 എന്നുള്ളതാണ് ഒരു മാനേജർ ലെവലിലോട്ട്, അതായത് ഒരു മിഡ് ലെവൽ എന്ന് വേണം നമുക്ക് പറയാം. കാരണം നിങ്ങൾ 7 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം യൂട്ടിലൈസ് ചെയ്ത് മറ്റുള്ളവരിൽ കൂടി കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ഒരു ലെവലിലോട്ട് നിങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സിനെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും, അതേപോലെ SMEസിനെ അവർക്ക് വേണ്ടുന്ന ഫങ്ഷണൽ ഏരിയാസ് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അവരിൽ കൂടി വർക്ക് ചെയ്തെടുക്കുന്ന ഒരു ലെവലിലോട്ട്. അടുത്തത് വരുന്നതാണ് ഈ ഒരു 11 to 15 ഇയേഴ്സ്. അപ്പോൾ ഈ 11 to 15 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളൊരു ലീഡർഷിപ്പ് പൊസിഷനിലോട്ട് വരും. അപ്പം മാനേജറിൽ നിന്ന് നിങ്ങളൊരു പ്രൊജക്ട് മാനേജർ ആവാം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം മാനേജർ ആവാം. ആ ഒരു ലെവലിലോട്ട് നിങ്ങൾ വരും. അപ്പോൾ നിങ്ങളുടെ താഴെ പല വെർട്ടിക്കലിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ടീംസ് ഉണ്ടാവാം. അപ്പോൾ അവരെ നിങ്ങൾ ഗൈഡ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ കാരണം ഈ ഒരു 10 വർഷം കൊണ്ട് ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ, അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിസ്ഡം വെച്ചിട്ട് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കരിയറിൻ്റെ ഫേസിൽ നിങ്ങൾ ചെയ്യുന്നത്. അതായത് കൂടുതലും നിങ്ങളൊരു ഓർഗനൈസേഷൻ ലെവലിൽ തിങ്ക് ചെയ്യും. ഓർഗനൈസേഷൻ്റെ ഗോൾസ് എന്താണ്, ആൻഡ് നിങ്ങളുടെ ടീമിനെ എങ്ങനെ ആ ഒരു ഗോളുമായിട്ട് അലൈൻ ചെയ്യിക്കാം എന്നുള്ളൊരു ലെവലിലോട്ടായിരിക്കും നിങ്ങൾ വരിക. അടുത്തത് വരുന്നതാണ് ഒരു 16 to 20 ഇയേഴ്സ്. ഈ ഒരു പീരീഡിലാണ് നിങ്ങളൊരു കൺട്രി ഹെഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഫങ്ഷണൽ ഏരിയയുടെ ഹെഡ്, ആ ഒരു ലെവലിലോട്ടൊക്കെ വരുന്നത്. അപ്പോൾ കൂടുതലായി നിങ്ങളിവിടെ ഇന്നോവേഷൻ, അതായത് പുതിയ കാര്യങ്ങൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പ്രൊഡക്ടിവിറ്റി കൂട്ടാം, അതേപോലെ കമ്പനിയുടെ സ്ട്രാറ്റജിക് ഡിസിഷനിലൊക്കെ നിങ്ങളുടെ ഇൻപുട്ട് കൊടുക്കുക. അപ്പം അടുത്തത് വരുന്നതാണ് ഒരു 20 to 25 ഇയേഴ്സ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ ലീഡർഷിപ്പാണ്. അതായത് CEO, CFO, CHRO, CMO ആ ഒരു ലെവലിലോട്ടൊക്കെ വരുന്ന റോൾസാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൂടുതലായും ഫേസ് ചെയ്യുന്നത്, നിങ്ങളായിരിക്കും കമ്പനിയുടെ റെപ്രസെൻറ്റ്. ഇപ്പോൾ മീഡിയാസിനെ ഫേസ് ചെയ്യാനോ, അല്ലെങ്കിൽ കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻ എങ്ങനെയാണ്, അതായത് കമ്പനിയുടെ ഗവേണൻസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് നിങ്ങളായിരിക്കും.
ഒരു സീനിയർ ലീഡർഷിപ്പ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു 25+ ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷെങ്കിൽ റിട്ടയർ ആവാം, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും കമ്പനിയുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു പീരീഡിലാണ് ആളുകൾ കൂടുതലായും അവരുടെ ബുക്കുകൾ പബ്ലിഷ് ചെയ്യുക, അതേപോലെ പബ്ലിക് സ്പീക്കിങ്ങിലോട്ട് ഇറങ്ങുക. കാരണം അവർക്ക് ഇത്രയും വർഷത്തെ ഈ ഒരു 25 വർഷത്തെ വിസ്ഡം ഉണ്ട്. അതായത് അവരുടെ നോളജും സ്കില്ലും സമാസമം ഉപയോഗിച്ച് അതിൽ നിന്ന് എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാം എന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചിട്ട് മെന്റർ എന്നുള്ള രീതിയിലൊക്കെ വരുന്നത് ഈ ഒരു ലെവലിലാണ്. അപ്പോൾ ഇത് ജനറലായിട്ട് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ല. കാരണം ഇത് നിങ്ങളുടെ അംബിഷൻസിന് നിങ്ങളുടെ ഗോൾസിനും അനുസരിച്ച് ഇത് കസ്റ്റമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ചില ആളുകൾ ഒരു വർഷം കഴിയുമ്പോഴേ സ്വിച്ച് ചെയ്ത് അടുത്ത കമ്പനിയിലേക്ക് പോകും. അവരൊരു പക്ഷെങ്കിൽ മിഡ് ലെവൽ പൊസിഷനിലോട്ട് 1-2 വർഷത്തിനകം പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ചില ആളുകൾ ഒരേ റോളിൽ തന്നെ 10, 20, 30 വർഷം കണ്ടിന്യൂ ചെയ്ത് ആ കമ്പനിയിൽ തന്നെ റിട്ടയർ ആവുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ പല പാറ്റേൺസും നമുക്ക് കാണാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇതിലൊരു 1000 പേര് ഒരുമിച്ച് ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലൊരു 1%, അതായത് 10 പേരെങ്കിലും ഈ ഒരു സീനിയർ ലീഡർഷിപ്പിലോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100% ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ബേസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടിന്യൂസ്ലി ലേൺ ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ എഫക്റ്റീവ്നെസ് ക്രിയേറ്റ് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നു, നിങ്ങളുടെ ആ പേഴ്സണൽ വാല്യൂസും ആ കമ്പനിയുടെ വാല്യൂസും അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ വാല്യൂസും നിങ്ങളായിരിക്കുന്ന ജോബിൻ്റെ വാല്യൂസും തമ്മിൽ എങ്ങനെ മാച്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അല്ലായിരിക്കാം. കാരണം പല ആളുകളും കുറച്ച് നാൾ ജോലി ചെയ്ത് അവരുടെ ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെ പല പാറ്റേൺസ് നമ്മൾ കാണുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ പോകുന്ന, അതായത് ഇപ്പോൾ റോൾസ് മാറുമായിരിക്കും. നിങ്ങൾ തുടക്കത്തിൽ ഒരുപക്ഷെ ഗ്രാജുവേറ്റ് ട്രെയിനി ആയിരിക്കും, അടുത്ത 2ാമത്തെ ലെവൽ വരുമ്പോൾ ഒരുപക്ഷെ ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കും, 3ാമത് വരുമ്പോൾ സീനിയർ ആയിരിക്കും, അത് കഴിയുമ്പോൾ പ്രൊഡക്റ്റ് മാനേജർ ആയിരിക്കും. അങ്ങനെ ഒരു പക്ഷെങ്കിൽ വന്നിരിക്കാം. അതല്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ വേറെ രീതിയിലായിരിക്കും. നിങ്ങളുടെ ജോബ് ടൈറ്റിൽസ് മാറുന്നുണ്ടെങ്കിലും ഏകദേശം നമുക്ക് നിങ്ങളുടെ ജോബ് ടൈറ്റിൽസ് ഈ പറഞ്ഞ 7 കാറ്റഗറിയിൽ എവിടെയെങ്കിലും ഒരിടത്ത് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾ പലപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും, ചെറിയ പ്രായത്തിൽ തന്നെ CEO ആവുന്ന ആളുകൾ അല്ലെങ്കിൽ സീനിയർ പൊസിഷനിലോട്ടൊക്കെ പോകുന്ന ആളുകൾ. അപ്പം അത് പല ഫാക്ടേഴ്സ് ആവും. ഒന്നെങ്കിൽ അവർ ടോപ്പ് കോളേജസിൽ നിന്ന് പഠിച്ചിറങ്ങേണ്ട ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ടാവാം, അതല്ലെങ്കിൽ അതൊരു വലിയ കമ്പനി ഒരു ചെറിയ സ്റ്റാർട്ടപ്പോ കാര്യങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ ഒരു പക്ഷേ ഈ ഗ്രോത്ത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നിങ്ങളൊരു ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഏകദേശം ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുമ്പോഴും അതേപോലെ നിങ്ങളുടെ കരിയർ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. അപ്പം അതത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ് സെക്ഷൻ. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.